വെരി സിമ്പിൾ ബട്ട് എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹാബിറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആൻഡ് മൈ ഫേവറേറ്റ് ഹാബിറ്റ് ടു, ദാറ്റ് ഇസ് ജേർണലിംഗ്. ഞാൻ ഇതിന്റെ ഒരു ഇമ്പാക്റ്റോ ഇമ്പോർട്ടൻസോ ഒന്നും മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്തതല്ല, പക്ഷെ വളരെ റാൻഡമായി റെഗുലറായി ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസിങ് മാജിക്. അപ്പോൾ എന്തൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് വഴിയെ കാണാം. ബിഫോർ ദാറ്റ്, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് 5 കാര്യങ്ങൾ കവർ ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഇസ് ജേർണലിംഗ്. സെക്കൻഡ്, ബെനിഫിറ്റ്സ് അല്ല, പവർ ഓഫ് ജേർണലിംഗ് നോക്കാം. സോ തേർഡ് വൺ, ടൈപ്സ് ഓഫ് ജേർണലിംഗ്. ഫോർത്ത്, നമുക്ക് എങ്ങനെ ജേർണലിംഗിനെ നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കാം നോക്കാം. ആൻഡ് ഫിഫ്ത്ത്, ഹൗ ഇറ്റ് ട്രാൻസ്ഫോംഡ് മീ. സോ വാട്ട് ഇസ് ജേർണലിംഗ്? Simply writing down your thoughts, emotions, goals and reflections. നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ്. ഡിയർ ഗോഡ്, ഡിയർ ഡയറി, ഡിയർ യൂണിവേഴ്സ് ഇങ്ങനെയും അഡ്രസ്സ് ചെയ്ത് കാണാറുണ്ട്. ബട്ട് ദി പ്രോസസ് ഇസ് മെന്റൽ ഡീക്ലട്ടർ. ഇപ്പോൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ ഡേറ്റ് ഒത്തിരി കൂടി കഴിയുമ്പോൾ സിസ്റ്റം സ്ലോ ഡൗൺ ആവില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സിനെയും ഇമോഷൻസിനെയും ഒക്കെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ദാറ്റ് വി സ്റ്റേ ആക്റ്റീവ് ആൻഡ് ഫോക്കസ്ഡ്. നെക്സ്റ്റ്, പവർ ഓഫ് ജേർണലിംഗ്. എന്തൊക്കെയാണ് ജേർണലിംഗിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, പ്രൊഡക്റ്റീവ് അല്ല, ഫോക്കസ്ഡ് അല്ല, ക്രിയേറ്റീവ് അല്ല, ക്ലാരിറ്റി കുറവുണ്ട്, ഇങ്ങനെയുള്ള എല്ലാത്തിനുമുള്ള മരുന്നാണ് ജേർണലിംഗ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു ടു അച്ചീവ് യുവർ ഗോൾസ് ഫാസ്റ്റർ. Steve Jobs, Leonardo da Vinci, Albert Einstein, Oprah Winfrey, all these successful people use the magical tool called journaling. Oprah Winfrey calls journaling as her most powerful tool for self-discovery. So next, types of journaling. പലരും പല സ്റ്റൈൽസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച് ഏത് വേണമെന്ന് സെലക്ട് ചെയ്തെടുക്കാം. So first one is gratitude journal. Write 3 things that you are grateful for daily. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാബിറ്റ് ആയിട്ട് തോന്നാം, പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യുന്നപ്പോഴും നമ്മുടെ ഇമോഷണൽ വൈബ്രേഷൻസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് നമ്മൾ റെഗുലറായിട്ട് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലൈഫിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സിനെ അട്രാക്ട് ചെയ്യും. സെക്കൻഡ് ഇസ് സക്സസ് ജേർണൽ. ഓരോ ദിവസവും നമ്മൾ അച്ചീവ് ചെയ്യുന്ന ചെറിയ ചെറിയ വിൻസ് ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബൂസ്റ്റ് അവർ കോൺഫിഡൻസ്. ലൈക്ക് വേക്കിംഗ് അപ്പ് ഏർലി, അല്ലെങ്കിൽ റീഡിംഗ് 20 minutes a day. Any small win can be recorded. Third, emotional dumping. If you had a bad day, don't worry. Take a piece of paper and write. Language or grammar or ഭംഗിയോ ഒന്നും നോക്കണ്ട. Let thoughts overflow. Release it. Write, അത് കഴിഞ്ഞ് tear it off or burn it. This will make you feel much relaxed. Fourth is goal setting journal. അപ്പോൾ മനസ്സിലുള്ള ഗോൾസിനെയല്ല, അതിന് ക്ലാരിറ്റി കൊണ്ടുവരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ലിസ്റ്റ് ഡൗൺ യുവർ ലോങ് ടേം ഗോൾസ് ആൻഡ് ഷോർട്ട് ടേം ഗോൾസ്. അതുകൂടാതെ അതിന് വേണ്ടിയുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് കൂടെ ലിസ്റ്റ് ചെയ്യുക. സോ ദിസ് വിൽ ഹെൽപ്പ് യു ടു അച്ചീവ് യുവർ ഗോൾസ് ഫാസ്റ്റർ. ഫിഫ്ത്ത് ഇസ് മാനിഫെസ്റ്റേഷൻ ജേർണൽ. അപ്പോൾ നമ്മുടെ ഗോള് വീട് വെക്കുകയാണെങ്കിൽ, വീട് വെച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇമോഷണൽ സ്റ്റേജിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ക്ലാരിറ്റിയോടുകൂടി എഴുതാൻ സാധിക്കണം. അപ്പോൾ വീട്ടിലെ ബെഡ്റൂമിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ തീം മുതൽ ബാൽക്കണിയിലെ കോർണറിലിരിക്കുന്ന ഫ്ലവർ പോട്ടിന്റെ ഷേപ്പും കളറും വരെ വിഷ്വലൈസ് ചെയ്ത് എഴുതാൻ സാധിക്കണം. സിക്സ്ത്, ബുള്ളറ്റ് ജേർണലിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ജേർണൽ എന്ന് പറയും. നമ്മുടെ ഡെയിലി ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ റെക്കോർഡ് ചെയ്യാനും ഹാബിറ്റ് ട്രാക്ക് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യും. സോ ജേർണലിംഗ് എന്താണെന്നും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും ടൈപ്സിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഗുണം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇതിനെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇതിനെ നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് സ്മോൾ. ജസ്റ്റ് 2 minutes ഡെയിലി എഴുതി തുടങ്ങുക. അങ്ങനെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഫോണിൽ അലാറം സെറ്റ് ചെയ്യുക ആൻഡ് റൈറ്റ് ഫോർ 2 minutes ഡെയിലി. സെക്കൻഡ്, യൂസ് പ്രോംപ്റ്റ്. സോ ജേർണലിംഗ് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. 3 പ്രോംപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ. ഫസ്റ്റ് വൺ, വാട്ട് വെന്റ് വെൽ ടുഡേ. സെക്കൻഡ്, ഹൗ കെൻ ഐ ഇംപ്രൂവ് ടുമോറോ. തേർഡ്, one thing I'm grateful for. Third, keep it simple. Fancy notebooks
കളർഫുൾ പെൻസ്, ബ്യൂട്ടിഫുൾ സ്റ്റിക്കേഴ്സ്, ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഈസി. ഫോർത്ത്, പെയർ ഇറ്റ് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ഹാബിറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്യാം. ഏതർ മോർണിംഗ് എല്ലാ ദിവസവും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഡു ജേർണലിംഗ്, അല്ലെങ്കിൽ നൈറ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ് ഐ വിൽ ഡു ജേർണലിംഗ്. ഡിസൈഡ് ചെയ്തർ. ഫിഫ്ത്ത്, ബി കൺസിസ്റ്റന്റ്. കൺസിസ്റ്റൻസി ഈസ് ദ കിങ്. റെഗുലർ ആയിട്ട് ഈ ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യുക. ട്രസ്റ്റ് മീ, യുവർ ലൈഫ് വിൽ ചേഞ്ച്. ആൻഡ് ഒരു പോയിന്റിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഈ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തതിൽ. Now coming to my experience and how it transformed. നമ്മൾ കേട്ടിട്ടില്ലേ, ദി ആൻസർ ടു ഓൾ ദ ക്വസ്റ്റ്യൻസ് ലൈസ് വിത്തിൻ യു. ഒരു ഫിലോസഫി ആയിട്ട് തോന്നാം, പക്ഷേ ഇതുപോലൊരു എബിലിറ്റി നമ്മൾ വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ജേർണലിംഗ്. അപ്പം ഞാനിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അതിൽ വരും. ഇതെല്ലാം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതറിയാതെ നമ്മൾ എഴുതും, ഇങ്ങനെയൊക്കെ ഞാൻ ഇന്ന് പഠിച്ചു, പക്ഷെ എനിക്ക് ഇങ്ങനെ സംശയങ്ങളൊക്കെ വന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ഞാനിതിൽ ഇങ്ങനെ ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സംശയങ്ങളും നമ്മുടെ ക്ലാരിറ്റി കുറവും എല്ലാം നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അറ്റ് ദി എൻഡ് ഒന്നെങ്കിൽ നമ്മൾക്ക് ആ എഴുത്ത് അവസാനിക്കുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും. അല്ല എങ്കിൽ വിത്തിൻ 24 to 48 hours യു വിൽ റിസീവ് ദി ആൻസർ, യു വിൽ റിസീവ് ഫുൾ ക്ലാരിറ്റി. ചിലപ്പോൾ ചില ആൾക്കാരിൽ നിന്നാകാം, നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ നിന്നാകാം, റാൻഡമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ടുള്ള കോൺവെർസേഷനിലാകാം. എനി ഹൗ യു വിൽ റിസീവ് ഇറ്റ്. See, your thoughts create your reality. നമ്മുടെ തോട്ട് പാറ്റേൺസും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിലീസ് ദ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ബ്രിങ് ഇൻ മോർ ക്ലാരിറ്റി ടു യുവർ മൈൻഡ്. സോ ഇതിന് ഇത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രാക്ടീസോ ഹാബിറ്റോ ഇല്ല. സോ സ്റ്റാർട്ട് ജേർണലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ദ മാജിക്. താങ്ക് യു.